എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയോട്, തിരുവനന്തപുരത്തെ ഒരു മലയോര പ്രദേശമായ നന്ദിയോട് ശരിക്കും ഒരു ശിവകാശി തന്നെയാണ്. 100-ലധികം വലുതും ചെറുതുമായിട്ടുള്ള പടക്കക്കടകളും പടക്ക നിർമ്മാണവും ഒക്കെയായി ഒരു ഗ്രാമം മുഴുവനും വർഷം മുഴുവനും പടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നന്ദിയോട് വന്നപ്പോൾ ഈ നിരവധി വഴികളാണ്, വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ പോകും. അത് ഏകദേശം 2-3-4 കിലോമീറ്ററോളം ചുറ്റളവിൽ അങ്ങ് ഒരുപാട് കടകളായി കിടക്കുകയാണ്. അപ്പോൾ അത് എല്ലാ കടകളും കയറിയിറങ്ങി ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും കിട്ടാവുന്നിടത്തോളം വിഷ്വൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ, പേരെന്താണ്? വിജയകുമാർ. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ഈ വർഷത്തെ ട്രെൻഡ് എന്തോ ആണ്? പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ? ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 250 ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ആ ഐറ്റംസാണ് അതിനകത്ത് ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും നന്ദിയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ്? ഈ തിരുവനന്തപുരം, പിന്നെ കൊല്ലം, കടക്കൽ, മടത്തറ, പിന്നെ കഴക്കൂട്ടം, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്, ആറ്റിങ്ങൽ എല്ലായിടത്തും. ഇപ്പോൾ നമുക്ക് പിന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് പോകുന്നുണ്ട്. ഹോൾസെയിൽ കടയാണ്. ഒരു 150-150ഓളം തൊഴിലാളികൾ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ഈ ദീപാവലി അല്ലാതെ എല്ലാ ഏത് സീസണിലും സ്ഥിരം തുറക്കുന്ന കടയാണ്. ഒരു 365 ദിവസം തുറക്കുന്നത്, അവധി ദിവസങ്ങൾ മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ ഹർത്താൽ മറ്റുള്ള കാര്യങ്ങൾ. വിലയൊക്കെ എങ്ങനെയാണ് നമ്മൾ മറ്റേതിനൊക്കെ? ഹോൾസെയിൽ റേറ്റാണ് മിനിമം. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇത്രയും കൂടുന്നത്. ശരി. എന്നാലും വളരെ നന്ദി. ചേച്ചി പേരെന്താണ്? എൻ്റെ പേര് ബിന്ദു. ബിന്ദു. ഇവിടെ എത്ര കട വരും ഉദ്ദേശം? എല്ലാം കൂടി ഒരു 164 കട വരും. 164 കട. അത് ഈ റോഡിൽ തന്നെയാണല്ലേ? പല ഭാഗങ്ങളിലായിട്ട്. അപ്പൊ ശരിക്കും നന്ദിയോട് വന്നു കഴിഞ്ഞാൽ ഈ പടക്കം വാങ്ങാനായിട്ട് ഈ ഒരു പ്രദേശത്തേക്കാണ് ആൾക്കാർ വരുന്നത്, കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പൊ എന്താ ഈ വർഷം എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ? അതാ ഉണ്ട്, ഒരുപാടുണ്ട്. ഫാക്ടറികളൊക്കെ വരുന്നത് ഈ ഭാഗത്തല്ലേ കൂടുതൽ? അതെ, വരുന്നത്. ശരി, എന്തായാലും നല്ല കച്ചവടം ഈ ഭാഗത്ത് നിന്ന് ഈ വർഷം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പൊതുവെ ദീപാവലി പ്രമാണിച്ച് പല ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം രാവിലെ 11 മണി സമയത്താണ്. ഈ സമയത്ത് തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. പലരും ഹോൾസെയിലായിട്ടാണ് ഇവിടെ നിന്ന് ഈ പടക്കം വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വളരെയധികം വിലക്കുറവെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല നിരവധി വ്യത്യസ്തമായ ഇനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. ചേട്ടാ നമസ്കാരം, പേരെന്താണ്? പേര് അലോഷ്യസ്. അലോഷ്യസ്. എത്ര നാളാവും ഈ ഇത് തുടങ്ങിയിട്ട് ഇവിടെ? നിങ്ങളുടെ 3 വർഷമായി. 3 വർഷം, 4ാമത്തെ വർഷം. അപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്? ഇപ്പോൾ വലിയ ബിസിനസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. നാളെയും മറ്റന്നാളും ഒക്കെ ആയിരിക്കും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഹോൾസെയിൽ ആയിട്ടാണല്ലോ എല്ലാം കൊടുക്കുന്നത്? അതേപോലെയാണ് കൊടുക്കുന്നത്. ഈ വർഷത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ? ഈ വർഷത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഷവർ ഐറ്റംസ് കാണിക്കാം. ഇതെല്ലാം ഈ വർഷത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഇതുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് സംഭവം? ഇത് പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് നമ്മള് കമ്പിത്തിരി വെച്ച് കൊടുത്താൽ ഇത് ചെറു എങ്ങനെ പൊട്ടിത്തറ പൂക്കുറ്റിമാരി. ഓ, ഇത് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? അതോ ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഒരു ശരിക്കും ഇതില് ഒരു മത്സരം ഉണ്ടല്ലേ പരസ്പരം? മത്സരമുണ്ട് എല്ലായിടത്തും. അതായത് പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കുക എന്നുള്ള ഐറ്റംസ് ഉണ്ട്. ഡിസ്കൗണ്ട് വേള എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ പടക്കം ഐറ്റമാണോ അതുപോലെ ഇതുപോലുള്ള ഈ കമ്പിത്തിരി അതാണ് ഏറ്റവും കൂടുതൽ സാറിന് പോകുന്നത്? ദീപാവലിക്ക് കളർ ഐറ്റംസ് ആണ് പോകുന്നത്. അതുപോലെ ഇപ്പൊ സർക്കാർ വലിയ വലിയ പടക്കങ്ങളുടെ ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ. വലിയ വലിയ പടക്കങ്ങളില്ല കമ്പം ഇല്ലാത്തതുകൊണ്ട് പടക്കങ്ങളില്ല. ദീപാവലിക്ക് അതുപോലെ ചെറിയ ഐറ്റംസേ പോകുന്നുണ്ട്. ചേട്ടാ ഇതൊക്കെ നിങ്ങളുടെ ഫാക്ടറിയിലെ ഐറ്റംസ് ആണല്ലേ? ഇതൊക്കെ എന്താണ് സംഭവം? ഇത് പൂക്കുറ്റിയാണല്ലേ? ഇത് ഷവർ ഐറ്റം. പല കളറിൽ വർണ്ണങ്ങളോട് കൂടിയ പൂക്കുറ്റിമാരെയാണ്. ഇത് അതുമാരെയാണ്. ഇത് ഇവിടെ ചെയ്യുന്നതല്ല, ഇത് വേറെ വരവാണ്. ഇത് നമ്മളിവിടെ ചെയ്യുന്ന ഐറ്റംസ്. അതുപോലെ ഷോർട്ട് 120, 60, 240 ഇങ്ങനെയുള്ള ഐറ്റംസ്. അതിപ്പോ ഒരു ബൾക്ക് ഓർഡർ വന്നാലും അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ശരി, ക്വാളിറ്റി ആയിരിക്കും. ശരി, എന്തായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന്. ഇവിടെ ഒരു വലിയൊരു ടീം ഒരുമിച്ച് പടക്കം വാങ്ങാൻ വന്നിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ, പേരെന്താണ്? രതീഷാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മലയും കീഴുന്നു. ഇപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഒരുമിച്ച് വന്നിരിക്കണം. അപ്പോൾ ഒരു ബൾക്ക് പർച്ചേസ് ആണ്.
ഉണ്ട്. ഇത് ശരിക്കും പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. വന്നിട്ടില്ല. ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങൾ. ശരിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് നന്ദിയോട് തന്നെയാണോ വാങ്ങുന്നത്? വീട് പണിയുന്ന കൺട്രാക്ടാണ്. കൺട്രാക്ടിലൂടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എല്ലാ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മലയും കീഴാരൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നന്ദിയോട് വന്ന് പിന്നെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ? നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, നല്ല പെരുമാറ്റം, വില കുറവുണ്ട്. ആ ക്വാളിറ്റി ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി. അപ്പം എല്ലാവർക്കും ദീപാവലി ആശംസ. ഇതാ ഇവിടെ 2-3 പേര് നിൽപ്പുണ്ട്. ചേട്ടാ നമസ്കാരം, പേരെന്താണ്? പ്രദീപ്. എവിടെയാ സ്ഥലം? ഓ ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ സ്ഥലം? പാളയം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ആ. അപ്പോൾ അതെന്താ ഇങ്ങനെ നന്ദിയോട് വന്ന് പടക്കം വാങ്ങണമെന്ന്? അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വളരെ വില കുറച്ച് കിട്ടുമല്ലേ അതിൻ്റെ? ഓക്കെ. അപ്പോൾ ഇത് പൊതുവേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം നന്ദിയോടാണ് ഏറ്റവും പ്രശസ്തമായിട്ട് പടക്ക നിർമ്മാണത്തിൽ ഇപ്പോൾ ധാരാളം പേര് അന്വേഷിച്ച് ആദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാനലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയും ഒക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.